നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം യൂട്രസ് ഡിസീസസ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള വിഷയമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരാരും കാണില്ല. അതുകൊണ്ട് തന്നെ യൂട്രസ് ഡിസീസസ് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. യൂട്രസ് ഡിസീസസ് ആൻഡ് ഇറ്റ്സ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ് ഇന്ന് നമ്മൾ ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഡോക്ടറിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി നമ്മുടേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ശ്രദ്ധിക്കുക, ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഡോക്ടറോട് നേരിട്ട് തന്നെ യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ സർജറിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. ആ ഒരു ഏരിയയിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരു ആളുമാണ് നമ്മുടെ ഗസ്റ്റ്. ഡോക്ടറോട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ TV സ്ക്രീനിലെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ഡയൽ ചെയ്യുക, വിളിക്കുക, ഡോക്ടറോട് ചോദിക്കുക. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് കടക്കാം. ഡോക്ടർ, ഈ യൂട്രസ് ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു സാധാരണ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു തുടക്കം പലർക്കും തുടങ്ങുന്നത് ഒരു ടീനേജിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ തൊട്ട് ആണ്. പല തരത്തിലുള്ള ഇപ്പോൾ ഫൈബ്രോയിഡുകളായിട്ടോ ഇപ്പോൾ PCOD വളരെ കോമൺ ആയിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് ഓവറീഡ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഗർഭപാത്രത്തിനെ പറ്റിയുള്ള അസുഖങ്ങളെ പറ്റി മാത്രമാണ്. കാര്യം വെച്ചാൽ പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട്. ഈ സിസ്റ്റും ഫൈബ്രോയിഡും ഒന്നാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്തൊക്കെ അവയവമാണ് ഒരു സ്ത്രീക്ക് തന്നെ, മിക്ക സ്ത്രീകൾക്കും പെർഫെക്റ്റായിട്ട് അറിയില്ല. ഗർഭപാത്രം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ത്രീ അവയവങ്ങൾ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഫീമെയിൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ അത് ഗർഭപാത്രം ഒന്ന്. അത് ഫസ്റ്റ് മനസ്സിലാക്കണം. അത് കംപ്ലീറ്റ്ലി മസിൽ കൊണ്ടുള്ള പ്രത്യേകതരം മസിലാണത്. എന്നുവെച്ചാൽ നന്നായിട്ട് വിരിയാനും വലുതാവാൻ, മസിൽസിന് നല്ലോണം വലുതാവാൻ പറ്റിയ, എന്നുവെച്ചാൽ നല്ല വിരിഞ്ഞു കൊടുക്കാൻ പറ്റിയ മസിൽസ്. അത് കുട്ടി ഇത്രയേ വലുതാവുമ്പോഴും ആ മസിൽസ് അതുപോലെ വിരിയാനും തിരിച്ച് അതേ സൈസിലേക്ക് തിരിച്ചു വരാനും പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിലാണ് യൂട്രസിനുള്ളത്. സോ കംപ്ലീറ്റ്ലി മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണം. അകത്തുള്ള ഒരു പാട എൻഡോമെട്രിയം എന്ന് പറയുന്നത്, അതാണ് ഈ പീരിയഡ്സിൽ ബ്ലീഡിങ് വരുത്തുന്ന ഒരു സംഭവം. അത് പീരിയഡ് കഴിയുമ്പം അത് ഉണ്ടായ പോലെ പൊഴിഞ്ഞു പോകും. പിന്നെ രണ്ടാമത് ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. കുറേ ഹോർമോണുകൾ മാറി മാറി ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പീരിയഡിൻ്റെ ഫസ്റ്റ് ദിവസം തൊട്ട് ഉണ്ടാവാൻ തുടങ്ങും. സോ അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഇതിൻ്റെ വളർച്ച ഇതുപോലെയാണ്. മൂൺ ചന്ദ്രൻ്റെ ഒരു നിലാവിൻ്റെ ഒരു കാര്യം പറയില്ലേ, ഒന്നുമില്ലാണ്ടാവുക, പിന്നെ അതേപോലെയാണ് നമ്മുടേതും സെയിം. അതേ യൂട്രസിൻ്റെ അകത്തുള്ള വളർച്ചയും ഓൾമോസ്റ്റ് അതുമായിട്ട് കോസ്മിക് ആ ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് പറയും യൂഷ്വലി. എന്നുവെച്ചാൽ 14 ദിവസം വളർച്ച, അടുത്ത 14 ദിവസം പൊഴിയാനുള്ള ഇത്, പിന്നെ നില്ലാവും. പിന്നെ 1 പീരിയഡിൻ്റെ അന്നോട്ട് വീണ്ടും വളർന്ന് 14th ഡേ ആകുമ്പം കുട്ടിയെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ പൂർണ്ണചന്ദ്രനാവും അങ്ങനെ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 28 days, ജസ്റ്റ് ലൈക്ക് ഇത് നിലാവ് പോലെ, വെരി ഈക്വൽ ടു മൂൺസ് ഗ്രോത്ത്. ആൻഡ് അതുപോലെ തന്നെ അത് തേഞ്ഞു പോകുന്ന പോലെ ഇത് പൊഴിഞ്ഞു പോവുക, പിന്നെ കുറഞ്ഞു വരിക, എല്ലാം ഉണ്ടാവുക, പിന്നെ 1 ഉണ്ടാവുക. സോ സെയിം 14 days ആണ്. അപ്പോൾ നമ്മൾ ഈ പറയും പോലെ ഇത് വാട്ട് യു സേ, ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ, പൂർണിമ ആൻഡ് ഇത് എന്താ പറയണ, കാലിമ എന്ന് പറയുന്നത്, ഐ തിങ്ക് ഇറ്റ് ഇസ് ഒന്നും ഇല്ലാത്ത അമാവാസ അല്ലേ, അമാവാസ എന്ന് പറയുന്ന ആ സംഭവം പോലെ സെയിം അതേ അട്രാക്ഷനിൽ പോകുന്നതാണ്.
ഇൻഫാക്റ്റ് ചിലർക്ക് ആ സമയത്ത് ഫുൾ മൂൺ സമയത്ത് ഓവർ ബ്ലീഡിങ് വരിക, ഇതൊക്കെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് വെളിയിൽ നിന്നൊക്കെ ഉള്ള അട്രാക്ഷൻ ഉണ്ടാവും എന്ന് പറയും. ഇപ്പോൾ അത് യൂട്രസ് ഈസ് ഓൾസോ ഇൻ എ വേ ഈ കോസ്മിക് അട്രാക്ഷൻസിനൊക്കെ, പൊല്യൂഷൻസിന്, എല്ലാത്തിനും അത് വന്നിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് യൂട്രസ് മസിൽസ് കൊണ്ടുണ്ടായത് അകത്തുള്ള പാടയാണ് കുഞ്ഞിന് അവിടെ പ്ലാസൻ്റ വളർത്താനും അത് കുഞ്ഞ് ഉണ്ടാവാത്ത സമയത്ത് പീരിയഡായിട്ട് പൊഴിഞ്ഞു പോകാനും കാര്യമുള്ള എൻഡോമെട്രിയം എന്നുള്ള പേരുള്ള ഒരു പാടയാണ് അകത്തുള്ളത്. അത് വളരെയും ഇല്ലാണ്ടാവുകയും തിരിച്ചു എല്ലാം ഹോർമോൺ കാരണമാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ രക്തത്തിൽ കലർന്നു വരുന്ന ഒരുതരം ഇതാണ്, ഒരു വസ്തുവാണ്, ഒരു ലിക്വിഡ് പോലത്തെ ഒരു സാധനം എന്ന് വിചാരിക്കുക. അത് ബ്ലഡിലോട്ട് ഓരോ ഗ്രന്ഥികൾ ബ്ലഡിലോട്ട് കലർത്ത് ബ്ലഡ് യൂട്രസിൽ വരുമ്പോൾ അതിനനുസരിച്ച് ഗർഭപാത്രത്തിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഒരു 10-14 ഹോർമോണുണ്ട്. തൈറോയ്ഡ് ഹോർമോൺ തൊട്ട് തുടങ്ങി തലച്ചോറിലുള്ള ഹോർമോൺ തൊട്ട് ഓവറിയിലുള്ള ഹോർമോൺ തൊട്ട് പീരിയഡ് ഉണ്ടാവാനും കുട്ടി ഉണ്ടാവാനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാലും പീരിയഡ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അങ്ങനെയൊക്കെ. സോ ഇത് ഗർഭപാത്രം, പിന്നെ 2 സൈഡിൽ അണ്ടാശയം, ഓവറി. അത് പലർക്കറിയില്ല. ഓവറിയിലാണ് സിസ്റ്റ് വരുന്നത്. ഗർഭപാത്രത്തിൽ മിക്കവാറും മുഴകളാണ് വരുന്നത്, ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ. രണ്ടാണ് ഓവറിയിൽ വരുന്നത്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ട്യൂബുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ. അതിനകത്താണ് കുട്ടി ആക്ച്വലി ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ അത് ഓവറിൽ നിന്ന് ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണ പോലെ ഇരിക്കും, എൻ്റെ അറ്റം ഇങ്ങനെ കൈ പോലെ ഇരിക്കും. സോ ഇങ്ങനെ എഗ്ഗിന് ഓവറിൽ നിന്ന് ഇങ്ങനെ എഗ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ മുട്ടകൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നേരെ അതിൻ്റെ അകത്ത് വന്ന് ട്യൂബിനകത്ത് ഇങ്ങനെ ഇരിക്കും. ഇത് ഗർഭപാത്രം വഴി സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ സ്പേം വന്ന് ഓവറിയുമായിട്ട് ഫ്യൂസ് ആയി, അത് വന്നിട്ട് എംബ്രിയോ ആയി, ഭ്രൂണോ ആയി. ദെൻ ഒരു 6-ാം ദിവസമൊക്കെ അപ്പോഴത്തേക്കും ഇത് വളർന്ന് കറക്റ്റായിരിക്കും ഈ പാട എൻഡോമെട്രിയം കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ റെഡിയായിട്ട്. എന്നിട്ട് പിന്നെ പ്ലാസൻ്റ ആയിട്ട് അത് വളരാൻ തുടങ്ങും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ്. സോ ഇത്രയും അവയവങ്ങൾ ബേസിക്കലി ഒരു ഗർഭധാരണത്തിന് ഉദ്ദേശിച്ചാണ് പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. പിന്നെ അത് മാത്രമല്ല, സ്ത്രീയുടെ ഹോർമോണുകൾ അവിടെ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് സ്ത്രീയെ സ്ത്രീയായിട്ട് നിലനിർത്തുന്നത് അതാണ്. അതുകൊണ്ടാണ് അത് ഇല്ലാതാവുമ്പോൾ, മെനോപോസ് എന്നാവുമ്പോൾ സ്ത്രീക്ക് വേറൊരു അവസ്ഥയുണ്ടാവുന്നത്. പല പല അവസ്ഥകൾ, സ്കിൻ, ഹെയർ, ചൂട്, എല്ല് തേയ്മാനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ ഹോർമോണുകൾ എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവയവങ്ങളല്ലാതെ സ്ത്രീയുടെ ഹോർമോണുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ അതിൻ്റെ ആക്ഷൻ കറക്റ്റായിരിക്കാൻ ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ്. ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഒരു പെർട്ടിക്കുലർ ഏജ് വരെ. ഇപ്പം ഈ യൂട്രസിന്റെ ഗ്രോത്ത് അത് എങ്ങനെയാണ്? ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ യൂട്രസിന്? 10-13 വയസ്സിൽ പീരിയഡ്സ് ആവുമല്ലോ, ആ സമയത്ത് ഓൾമോസ്റ്റ് ഫുള്ളി ഗ്രോൺ ആണ്. അപ്പോഴാണ് പീരിയഡ്സ് വരുന്നത്. എന്നുവെച്ചാൽ അഡൽട്ട് സൈസിലേക്ക് വരണം. സോ 13-14 അഡൽട്ട് സൈസിലേക്ക് വരുമല്ലോ, പീരിയഡ്സ് ആവും. അപ്പോഴത്തേക്ക് നാച്ചുറലി പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ അഡൽട്ട്, അപ്പോൾ തൊട്ട് പിന്നെ ലാസ്റ്റ് വരെ ഒരേ സൈസ്. അഡൽട്ട് സൈസ് എന്ന് പറയുമ്പോൾ ഒരു 6-6 സെൻറ്റിമീറ്റർ നീളവും വീതിയൊക്കെ ഏതാണ്ട് 3 to 4 അങ്ങനെ ആ ഒരു ലെവലിൽ വരും. സോ ശരിക്കും പറഞ്ഞാൽ ഒരു പിയർ ഷേപ്ഡ് എന്ന് പറയും ഇംഗ്ലീഷുകാർ പറയുന്നത്. പിയർ ഷേപ്ഡ്, അവർക്ക് പിയർ. നമുക്കിവിടെ ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ പക്ക അതുപോലെ ഇരിക്കും, സബർജില്ലി എന്ന് പറയും. ഇങ്ങനെ വന്നിട്ട് അറ്റത്തിങ്ങനെ ഒരു എക്സാക്ട്ലി നമ്മൾ ക്യാമറ ഇട്ടിട്ട് കാക്കുമ്പോൾ യൂട്രസ് അതുപോലെ വരും. ഡോക്ടർ, ഇനി നമുക്ക് യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? ഹലോ, എന്റെ പേര് രേഖ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു രേഖ? ഞാൻ ശാസ്ത്രമംഗലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ രേഖ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് യൂട്രസ് ഡിസീസസ് ആൻഡ് ഇറ്റ്സ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ. യെസ് രേഖ. ഹലോ ഹലോ. ഹായ്. നമുക്ക് ഈ മെനോപോസിന്റെ ഒരു തുടക്കത്തില് നമുക്ക് പീരീഡ്സ് ഇറഗുലർ ആവുമല്ലോ, അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കേണ്ടതായിട്ടുണ്ടോ? പീരിയഡ്സ് ഇറഗുലർ ആവണം എന്നില്ല. അതെ അതെ. അപ്പോൾ കുറഞ്ഞ ആക്ച്വലി പലരുടെയും വിചാരം മെനോപോസ് വരുമ്പോൾ ഓവർ ബ്ലീഡിങ് വരും എന്നിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞൊരു മിത്തുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ട്രൂ. സത്യസന്ധത അതല്ല. സത്യത്തിൽ
സ്ത്രീ ഹോർമോൺ കുറഞ്ഞു വരികയാണ്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? പീരിയഡ്സ് ആദ്യം ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറയും, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മാസം തോറും വരാണ്ടാവും, പിന്നെ വരുന്നത് കുറച്ച് ഡ്രോപ്സ് ഒരു ദിവസത്തേക്ക് കാണുള്ളൂ, പിന്നെ ഒരു 6 monthsത്തേക്ക് വരില്ല. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് മെനോപോസിൻ്റെ ഇത് ആയോ എന്നുള്ളത് ബ്ലഡിൽ ഹോർമോൺ വഴി നമുക്ക് മെനോപോസൽ ഹോർമോൺസ് എന്ന് പറഞ്ഞുണ്ട്, അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്താം. ഡെഫിനറ്റ്ലി ഇവിടെ ആരും ചെയ്യാറില്ലെന്നേ ഉള്ളൂ. സ്വയം അങ്ങ് 6 മാസം നിൽക്കുമ്പോൾ ഓക്കെ നിന്നു എന്ന് വിചാരിക്കുകയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ബ്ലീഡിങ് വരുമ്പോഴാണ് പിന്നെ പ്രശ്നം വരുന്നത്. ബ്ലീഡിങ്. സോ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നേരെ ഈ ഇങ്ങനെ ഇറഗുലറായി വരുമ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മെനോപോസ് ആകാറുള്ള സമയമായി. അമ്മയുടെ വീട്ടുകാരുടെ ഏജ് എത്ര ഏജിലൊക്കെ അമ്മ അവർക്കൊക്കെ എത്ര മെനോപോസിൻ്റെ ഏജ് ഏതാണോ അതുപോലെ തന്നെയായിരിക്കും ഫാമിലിയിലുള്ള ലേഡീസിനൊക്കെ. സോ അപ്പോൾ നമുക്ക് ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് ഹോർമോൺ ചെക്ക് ചെയ്ത് നോക്കി യഥാർത്ഥ മെനോപോസ് ആയിക്കൊണ്ടിരിക്കുകയാണോ, ആയോ, കഴിഞ്ഞോ, അതോ അപ്രോച്ചിങ് ആണോ എന്ന് അറിയാൻ പറ്റും. പ്രീ മെനോപോസലിലാണോ നമ്മളിരിക്കുന്നത് അതറിയാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് വന്നിട്ട് ഈ പീരിയഡ് അബ്നോർമാലിറ്റി ഒരിക്കലും ഓവർ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് മെനോപോസ് ആയിരിക്കില്ല. അതിന് മുമ്പേ ഈ മെനോപോസ് ആകുന്ന സമയത്ത് തന്നെ യൂഷ്വലി ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഒരു നല്ല ഒരു സീനിയർ ഒരാളെ കൊണ്ടൊരു യൂട്രസ് ആൻഡ് ഓവറി എല്ലാം സ്ത്രീ അവയവങ്ങളുടെ നല്ലൊരു സ്കാൻ ചെയ്ത് നോക്കും. പെർഫെക്റ്റ് സ്കാൻ, ഗൈനക് സ്കാൻ എന്ന് വയറ് വഴിയും ഉള്ളിൽ കൂടെയും ഉള്ള പ്രോബ് ഇട്ടിട്ട് നന്നായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ മെനോപോസ് ആവണതിന് തൊട്ട് മുമ്പേ ഗർഭപാത്രത്തിന് വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. മുഴയില്ല, അതൊന്നും ചിലരൊക്കെ വർഷങ്ങളോളം സ്കാനൊന്നും ചെയ്യാത്തവരുണ്ട്. അങ്ങനെയാണ് യൂഷ്വലി. സോ അങ്ങനെ വരുമ്പോൾ അത് നോക്കി വെച്ചാൽ ചിലപ്പോൾ ഈ അഡിനോമയോസിസ് എന്നൊക്കെ പറഞ്ഞ ഡിസീസ് അകത്ത് കിടക്കും, പക്ഷെ വലുതായിട്ട് അറിയില്ല. ഒരു 2-3 ദിവസത്തെ ഓവർ ബ്ലീഡിങ് മാത്രമേ വരുവുള്ളായിരിക്കും. അങ്ങനെ പീരീഡ്സ് പോയിക്കൊണ്ടേയിരിക്കും, പലരും അതറിയില്ല. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഈ 6 മാസം മെനോപോസ് ആയാലും ഈ ഗർഭപാത്രത്തിന് ചുരുങ്ങാൻ പറ്റത്തില്ല. അകത്ത് രക്തക്കട്ടകൾ കിടക്കണതിനെയാണ് ഈ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അത് ഗർഭപാത്രത്തിൻ്റെ ഒരു രോഗമാണ്. ഒരു കാര്യമില്ലാതെ അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. മെഡിസിൻ കൊണ്ട് പതുക്കെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമില്ലാതെ ബ്ലീഡിങ്ങും പെയിനെന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഗർഭപാത്രം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ, സിമ്പിൾ മെഡിസിൻസ്. ഇത്രയേ ഉള്ളൂ. ഒരു ഡൗട്ടും കൂടെ ഡോക്ടർ, നമുക്ക് ഈ മെനോപോസ് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അതായത് ഡിലേ ചെയ്യിക്കാൻ പറ്റുമോ? ഡിലേ അത്ര എപ്പോഴും നല്ലതാണല്ലോ, അങ്ങനെയാണ് ആണ്. പക്ഷേ ഇത് ഫാമിലി ഓറിയന്റഡ് ആണ്. അതായത് ഒരു സ്ത്രീ ഞാൻ ചോദിക്കുന്ന മെഡിസിൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, പ്രൊലോങ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പീരിയഡ്സ് വരണം എന്നുണ്ടെങ്കിൽ എഗ്സ് വരണം ഓവറിന്ന്. ആ എഗ്ഗിൻ്റെ കോട്ട കംപ്ലീറ്റ് ആയിട്ട് തീരുമ്പോഴാണ് ഒരാൾക്ക് മെനോപോസ് വരുന്നത്. സോ എഗ്ഗ് വരാത്ത ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ ഇത്രയും 400 എഗ്ഗ് ഒരു ഓവറിയിൽ, അങ്ങനെയാണ് ഇറ്റ് ഈസ് ഓൾറെഡി മെയ്ഡ് ജനനത്തിലെ. സോ അപ്പോൾ അത് കഴിയുമ്പോൾ അതിൻ്റെ അളവ് തീരുമ്പോഴാണ് ഈ മെനോപോസ്. അപ്പോൾ പിന്നെ എഗ്സ് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പീരിയഡ്സ് അങ്ങനെ വരെ പിന്നെ പറയുന്നത് ഹോർമോൺ കൊടുത്ത് വേണമെങ്കിൽ വിഡ്രോവൽ ബ്ലീഡിങ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഓൾ നോട്ട് അറ്റ് ഓൾ നെസസറി. പിന്നെ വേണ്ടത് മെനോപോസിന് ഇവിടെ ഇപ്പോൾ കേരളത്തിലൊരു പക്ക ട്രീറ്റ്മെൻറ്റ് ഇല്ല. സോ മെനോപോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കും. ഇറ്റ്സ് ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ന്യൂട്രീഷനാണ്, വേറെ ഒന്നുമില്ല. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. നമുക്ക് മുട്ടുകൾക്ക്, എല്ലുകൾക്ക്, സ്കിന്നിന്, ഹെയറിന്, ഇതൊക്കെ കുറച്ച് മുമ്പേ ഈ പീരിയഡ് ഇറഗുലറായി തുടങ്ങുമ്പോഴേ ഞാൻ ഈ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മെനോപോസിലേക്ക് പോവുകയാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് തന്നെ ഈ മുഖത്തെ കറുത്ത പാടുകൾ വരുന്ന ഇങ്ങനത്തെ സംഭവങ്ങളെയൊക്കെ നമുക്ക് ആദ്യമേ നമുക്ക് കമ്പാറ്റ് ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് വി ക്യാൻ മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. ആ തുടക്കത്തിലേ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ റൈറ്റ് ആയിട്ട് വരും. മെനോപോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കാരി അഫെയർ ആയിരിക്കില്ല. ദറ്റ് ഇറ്റ് വിൽ ബി ഒരു നൈറ്റ് മെയർ പോലെ അല്ലാതെ നമ്മളറിയാതെ അങ്ങനെ അതങ്ങ് പാസ് ചെയ്തങ്ങ് പോവും. ആൻഡ് മെനോപോസെന്ന് തോന്നൂല്ല. അതിന് അതുപോലെ ഹോർമോൺ പോലെ ഇരിക്കുന്ന ന്യൂട്രീഷൻ നമുക്കിപ്പോൾ ഉണ്ട്. സോ സയൻസ് ഹസ് ഗോൺ എ വെരി ലോങ് വേ, എസ്പെഷ്യലി ഗൈനക് സയൻസ്. സോ അതാരും ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ലോകത്തത് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതെല്ലാത്തിനും ദർ ഇസ് എ ഡെഫിനറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്.
ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആ ഡ്രൈനെസ് മാറ്റാനും ഒക്കെ ദർ ഇസ് ഡെഫിനറ്റ്ലി പെർഫെക്റ്റ് മെനോപോസിനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ ഒരു പ്രയാസം ഇല്ലാതെ ഉള്ള പ്രോട്ടോക്കോളാണ്. ഓരോന്നിനും ഹെയറിന് എത്ര, ഇതിനെത്ര, ഹോർമോണിന് എത്ര, ഇതിനെന്താ ചെയ്യണം, എല്ലാത്തിനുമുള്ള ന്യൂട്രീഷണൽ ബേസിസ് ഉണ്ട്. സോ അതിനെയാണ് ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ. അതിപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കൂടുതലും ഇവിടെ ഇപ്പോൾ എന്ത് ഒരു ചെറിയ ആവശ്യത്തിനും അനാവശ്യമായിട്ട് യൂട്രസ് എടുത്ത് മാറ്റപ്പെടുന്നുണ്ട്. ഗർഭപാത്രം മാറ്റുക, ഗർഭപാത്രം, ഹിസ്റ്ററെക്ടമി. സോ ദിസ് ഈസ് വാട്ട് നൗ ഐ ആം ട്രീറ്റിംഗ്, നോട്ട് ടു റിമൂവ് യൂട്രസ് അറ്റ് എനി ക്യാൻസർ അല്ലാതെ വേറെ ഒരു കാര്യത്തിനും, നോട്ട് ടു റിമൂവ് യൂട്രസ് ഫോർ ഫൈബ്രോയിഡ് മുഴയ്ക്കായാലും ബ്ലീഡിങ് ആൻഡ് പിന്നെ അഡിനോമയോസിസിനായാലും എന്തിനാണെങ്കിലും അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുക്കും, മേ ബി 2 or 3 tablets കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ കഴിക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. സോ ദർ ഇസ് നത്തിങ്. അപ്പം അങ്ങനെ നോർമലായിട്ട് മെനോപോസ് വരുമ്പോൾ കുറച്ചും കൂടെ ഇത് ആയിരിക്കും. പെട്ടെന്നുള്ള മെനോപോസ് ഈ സർജറി കൊണ്ട് മാറ്റുമ്പോൾ കുറച്ചും കൂടെ ഹെവി സിംറ്റംസ് ആയിരിക്കും. എല്ലാത്തിനെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ത്രീകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥിരം മെനോപോസിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കേരളത്തിലൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും അതങ്ങ് സഹിച്ച് അങ്ങ് കഴിയുകയാണ്. അപ്പോൾ അത് മാത്രമല്ല അവയർനെസ്സും ഇല്ല. എനിക്കിങ്ങനെ ചൂടുണ്ട്, ഇതുണ്ട്, മെനോപോസ്, അതിന് വന്നിട്ട് ഒരു ഇങ്ങോട്ട് സത്ത് മരുന്നുകൾ ന്യൂട്രീഷൻ തന്നുകൊണ്ടുള്ളൊരു പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റോട് എനിക്ക് ഇതിൽ നിന്നെല്ലാം എനിക്ക് വന്നിട്ട് ഒരു മോചനം ഉണ്ടാവും എന്നുള്ള അവയർനെസ്, അവബോധം ഇതുവരെ നമ്മൾ ആളുകളിൽ എത്തിച്ചിട്ടില്ല. ബട്ട് ബീങ് WHO അസോസിയേറ്റഡ് പേഴ്സൺ, ഐ ഹാവ് ടു ടെൽ ദിസ് ടു എവ്രി വുമൺ ദാറ്റ് മെനോപോസ് എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റായിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് എടുത്തു പോകേണ്ട ഒരു സംഭവമാണ്. അത് തീർന്നു, അതോടെ എല്ലാം ശുഭം എന്നല്ല, അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. സോ യു ഹാവ് ടു പ്രോപ്പർലി ഗെറ്റ് ട്രീറ്റഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്താണ് യൂട്രസ് എന്നും യൂട്രസിൻ്റെ ഷേപ്പ് എന്താണെന്നും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഡോക്ടർ, ഈ യൂട്രസിനെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫൈബ്രോയിഡ്, എന്തുകൊണ്ട് ഫൈബ്രോയിഡ് വരുന്നു, ഫൈബ്രോയിഡിന് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ് ആദ്യമേ ഞാൻ പറയാം, ഓവറി അണ്ടാശയം എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻറ്റ് സംഭവമാണ്. അതിൽ വരുന്ന അസുഖങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എ വെരി ബിഗ് ചാപ്റ്റർ. സിസ്റ്റുകളെന്ന് പറയുന്നത് പലതരം സിസ്റ്റുകൾ. സോ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബലൂണിനകത്ത് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് നിറഞ്ഞാൽ അതിനെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത്, ബലൂൺ പോലത്തെ ഒരു സാധനത്തിന്. സോ അത് കൂടുതലും ഉണ്ടാവുന്നത് ഓവറിയിലാണ്. ഓവറിയിൽ വേറെയും പല പ്രശ്നങ്ങളുണ്ടാവും. സോ PCOD പോലത്തെ അങ്ങനെ ഒത്തിരി. സോ അതിൽ മിക്കവാറും ഈ സിസ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആ സംഭവങ്ങൾ നമ്മളിന്ന് ടച്ച് ചെയ്ത്, നമ്മളിന്ന് ഓൺലി അത് ഞാൻ അവയവങ്ങൾ പറഞ്ഞത് യൂട്രസ്, ഫെലോപ്പിയൻ ട്യൂബ്സ്, ഓവറീസിനെ പറ്റി പിന്നെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫെലോപ്പിയൻ ട്യൂബ്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാം. ബട്ട് മെയിൻലി ഗർഭപാത്രം എടുത്ത് മാറ്റപ്പെടുന്നത് ഒരു റെഗുലാരിറ്റി ആയിട്ട് ഇവിടെ നടക്കുന്ന, ഇൻഫാക്റ്റ് അതൊരു റാക്കറ്റ് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യമുണ്ടോ ഇല്ലയോ, ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്നൊന്ന് ഒരു സംഭവം ഐ ഡോണ്ട് തിങ്ക് യൂട്രസ് ഹാസ്. പക്ഷേ ഇത് അറിഞ്ഞ് വരണേ ഉള്ളൂ ആളുകളുടെയും വിചാരം. പിന്നെ ഇത് ചെയ്യുന്ന ഒരു ഒറ്റ സ്ത്രീ പോലും ഇഷ്ടപ്പെട്ടിട്ടല്ല ഗർഭപാത്രം എടുത്ത് മാറ്റുന്നത്. ഒരു ഓപ്പറേഷൻ നടക്കുക, ആ ഓപ്പറേഷനിലെ അവയവം മാറ്റുക, അതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഹോർമോണൽ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും, ചൂട്, എല്ല് തേയ്മാനം, മുടി പൊഴിച്ചിൽ, മുഖത്തുണ്ടാവുന്ന പാടുകൾ, ഇതെല്ലാം വളരെ നേരത്തെ ഉണ്ടാവുക. 50-55 വയസ്സിൽ വരേണ്ടത് 40-45 വയസ്സിനകത്ത് ഈ യൂട്രസ് എടുക്കുക എന്ന് പറയണതിന് ഇപ്പോൾ ഒരു കൺട്രോളേ ഇല്ലാതായിരിക്കണം. ദർ ഇസ് നോ ഗവൺമെൻറ് കൺട്രോൾ. ബാക്കി ഇപ്പോൾ ആന്ധ്ര ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ WHO ആ ഒരു ഡിസ്കഷന് ശേഷം അവർ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ബ്രോട്ട് അവരുടെ ഒരു അസംബ്ലിയിൽ ദേ ഹാവ് ബ്രോട്ട് എ ബിൽ വിച്ച് സേസ് 40 താഴെയുള്ള സ്ത്രീകൾക്ക് ഇറ്റ് ഈസ് വി ആർ വെരി ഹാപ്പി ദറ്റ് ദേ റെസ്പോണ്ടഡ് ടു നമ്മുടെ WHO ഫോർ വിമൻ്റെ ആ ഒരു ഇത് അവർ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്, ഞങ്ങളുടെയൊക്കെ ആ ഒരു ഡിസ്കഷൻസിനെയും ഒക്കെ. അപ്പോൾ അവരുടെ അവിടെ ഒരു ബിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അത് കൊണ്ടുവന്നു. 40 വയസ്സിന് താഴെ ഉള്ളവർക്ക്
എടുക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ആ ഡോക്ടേഴ്സോ പെർഫെക്റ്റായിട്ട് അതിൻ്റെ കാരണം പറയണം. അത് മെഡിക്കൽ ബോർഡിന് ഒരു സംശയം തോന്നാത്ത രീതിയിൽ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യം പറയണം. സോ അത് മസ്റ്റാക്കിയിട്ടുണ്ട് അവിടെ. അതായത് 40 വയസ്സിന് താഴെ 30കളിൽ ഈവൻ ഇറ്റ് ഈസ് 39 പ്രോപ്പർ റീസൺ കൊടുക്കണം എന്തിന് ഗർഭപാത്രം മാറ്റി. സോ പുതിയതായിട്ട് ആന്ധ്ര ഹാസ് പാസ്ഡ് എ ബിൽ 1 year ബാക്ക്. സോ ഇത് നമ്മുടെ ഡിസ്കഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇതൊരു മണി മേക്കിംഗ് സംഭവമായിട്ട് റെഗുലർ ഇൻകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല ഹോസ്പിറ്റൽസിൽ. മാറിക്കൊണ്ടില്ല, ഐ തിങ്ക് പാസ്റ്റ് 20 years ഇറ്റ് ഹാസ് ബീൻ ദ റെഗുലർ ഇൻകം. ഈ ഗർഭപാത്രം എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഒരു റെഗുലർ ഇൻകം ബേസിസ് ആയിട്ട് മാറി, ഫാഷൻ എന്നൊക്കെ പറയാമോ അതിന്. ദിസ് ഇസ് നൊട്ടോറിയസ് തിങ്. ഇറ്റ് ഈസ് വാട്ട് യു കോൾ അൺബിലീവബിളി പത്തറ്റിക് എന്ന് വേണം പറയാം. ഇറ്റ് ഈസ് നോട്ട് ഫാഷൻ, ഇറ്റ്സ് പത്തറ്റിക് അഫെയർ. ഞാൻ ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഇതാരാണ്? മാഡം ദിവ്യയാണ്. എവിടുന്ന് വിളിക്കുന്നു? പട്ടിയൂർക്കാവ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റും ആണ്. ഡോക്ടർ സ്വീറ്റി ഉണ്ട്, പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ്. സംസാരിച്ചോളൂ. യെസ്, പറഞ്ഞോളൂ. മാഡം, എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്. ഓക്കെ, സൈസ് അറിയാമോ? 5 സെന്റിമീറ്റർ ഉണ്ടാണ്. ഓക്കെ, ട്രീറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. യൂട്രസ് ബൾക്കിയാണ്, ഒരുപാടുണ്ട്. അതിൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ. അല്ല, അത് ഒഴിച്ച് ഇവിടെ വേറെ ഒന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് പെർഫെക്റ്റ് ആയിട്ട് പ്രോബ്ലം ഒരുപാട് പേരെൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഏരിയയിൽ നിന്നും വരുന്നുണ്ട്, കാസർഗോഡ് തൊട്ട് വരുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്നുണ്ട്, വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കൂടെ ചേർന്ന് ചാരിറ്റബിൾ മെമ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എത്രയും ഗർഭപാത്രങ്ങൾ എടുത്തു മാറ്റാതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 10-15 വർഷത്തിന് മുമ്പേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതാണ്. പക്ഷേ കേരളത്തിലും പോലുള്ള സ്ഥലങ്ങളിൽ അതിനെ വലിയ തോതിൽ ആളുകളെ അറിയിച്ചിട്ടുമില്ല. ആരും അതിനൊരു റിസർച്ചൊക്കെ നമ്മൾ ചെയ്യണം, റിസർച്ച് പ്രോസസ്സ് നമ്മളത് പ്രൂവ് ചെയ്യണം അല്ലെ പ്രോപ്പറായിട്ട്. സോ ഇതെല്ലാം ഒരു 10 വർഷം കൊണ്ടെല്ലാം കഴിഞ്ഞു. ദെൻ എത്രയോ 5-6 വർഷം കൊണ്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗർഭപാത്രം എടുത്ത് മാറ്റാതെ ഗർഭപാത്രം വെച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഇൻ ദ സെൻസ് സമയമെടുക്കും. ഒരു വലിയൊരു മുഴ, കട്ടിയുള്ള മുഴ അലിഞ്ഞലിഞ്ഞ് മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും അലിഞ്ഞലിഞ്ഞ് വരുമ്പോൾ കുറച്ച് സമയമെടുക്കും. പക്ഷേ അതിൻ്റേതായ ഗുണങ്ങൾ ഒരുപാടാണ്. കാര്യം വെച്ചാൽ ഒരു ഗർഭപാത്രം എടുത്ത് ദേഹത്തിൽ നിന്നൊരു അവയവം, ഗർഭപാത്രം മാത്രമല്ല അണ്ഡാശയം, ട്യൂബ് എല്ലാം എടുത്ത് മാറ്റുകയാണ്. അതുകൊണ്ട് പിന്നെ വരാൻ പോകുന്ന പ്രയാസങ്ങൾ ഒരുപാടാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റുമ്പോൾ ഇത് അറിയാതെയാണ് ആളുകളെ പേടിപ്പെടുത്തി അത് ക്യാൻസറാവും ഇത് ക്യാൻസർ. ഒരിക്കലും ഇല്ല. ഫൈബ്രോയിഡ് ക്യാൻസർ ആവുന്ന പ്രശ്നമില്ല. യൂട്രസിലെ ക്യാൻസർ വേറെ സർവൈക്കൽ ക്യാൻസേഴ്സ് ആണ്. അതാണ്. അപ്പോൾ അതിന് പക്ക ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ആദ്യമേ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ 10-8 സെൻറ്റിമീറ്റർ ഉള്ളവർ വരെ എൻ്റെ അടുത്ത് ഗർഭപാത്രം മുഴക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ പറയും, മാജിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയൊരു കട്ടിയുള്ള ഒരു മുഴയാണ് എന്ന് വെച്ചാൽ ഒരു മാംസക്കട്ടയാണ്. സോ സ്ലോലി അതിനെ ഇത് ചെയ്തേണ്ട ഒരു 1-2-3 ഗുളികളിൽ നിൽക്കും ഫൈനലി. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഷുഗറിനാണെങ്കിലും പ്രഷറിനാണെങ്കിലും നമ്മൾ ലൈഫ് ലോങ് 1-2 ഗുളികൾ കഴിക്കേണ്ടി വരാറുണ്ട് അല്ലേ? അതുപോലെ ഇത് വന്നിട്ട് പീരിയഡ്സ് നിൽക്കുന്നവർ അല്ലെങ്കിൽ അതൊന്ന് ഒരു 1-2 സെൻറ്റിമീറ്ററിലേക്ക് താഴുന്നവർ കഴിക്കുക, പിന്നെ വരുത്താതെ നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വെളിയിലൊക്കെ UK US 10 സെൻറ്റിമീറ്റർ മുഴ പോലും അവർ വലിയ കാര്യമൊന്നും ആക്കാറില്ല. അവർ ഈ മരുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ മെനപ്പോസ്, അതായത് പീരിയഡ്സ് നിൽക്കുന്നവർ ഓരോന്ന് വെച്ചാൽ കഴിച്ചു പോകും. ഇറ്റ് ഈസ് ആസ് ഈസി ആസ് ദറ്റ്. ആരും ഇങ്ങനെ പേടിപ്പെടുത്തി അവിടെ നിന്ന് ഈ പരിപാടിയൊന്നും നടക്കില്ല. ഈ പേടിപ്പെടുത്തി യൂട്രസ് എടുത്ത് മാറ്റുന്നതൊക്കെ അവിടെ ചിന്തിക്കാനേ പറ്റില്ല നമുക്ക്. ആളുകൾ വളരെ അവെയറാണ് ആ കാര്യങ്ങളിലൊക്കെ. ഇതിന് മരുന്നുണ്ടെന്നറിയാം. അതെ, പക്ഷെ നമ്മൾ ഇവിടെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിന് ഒരു ദിവസം കൊണ്ട് 3-4 ലക്ഷം രൂപ കിട്ടുന്നതാണ് എളുപ്പം.
ഇപ്പോൾ ഇരുന്ന് നമ്മൾ MRP അടിച്ച് വരുന്ന മരുന്ന് റെഗുലറായിട്ട് ചെയ്യണമെങ്കിൽ അത് പ്രൊഫഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ WHO പോലെ ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണ്. സോ അതൊരു ദൗത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും എന്നെപ്പോലുള്ളവരൊക്കെ ചെയ്യുന്നത്. ബിക്കോസ് ഒരു സമയത്തിന് ശേഷം നമുക്ക് മനസ്സിലായി ദറ്റ് വേൾഡിൽ, ലോകത്തിൽ നല്ല നല്ല മരുന്നുകൾ ഇതിന് വരുന്നുണ്ട്, ഈ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു 15 years ബാക്ക് തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ റിസർച്ച് വർക്കും ഇതുമൊക്കെ തുടങ്ങി. 5 വർഷം 6 വർഷമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. എത്രയോ പേർക്ക് ഭേദപ്പെട്ടു പോയി. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ബോഡി റിയാക്ട് ചെയ്യുന്നത്. സോ ഗർഭപാത്രം ഒരു കാരണവശാലും ഇപ്പോൾ ക്യാൻസറോ അങ്ങനെ വല്ല സംഭവമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. RCSൽ ലൈക്ക് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അതല്ല, അത് വളരെ റെയറായിട്ടേ വരുള്ളൂ യൂട്രസിൽ ക്യാൻസറൊക്കെ. പക്ഷേ ഈ മുഴ ക്യാൻസർ ആവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. ദർ ഇസ് നോ ബേസ്. 0.01% പോലും ഈ മുഴകളൊന്നും ഇതാവില്ല. അത് എത്രയോ വർഷങ്ങളായിട്ടാണ് അത് വളർന്നത്. 5 സെൻറ്റിമീറ്റർ ആവണമെന്നുണ്ടെങ്കിൽ 3-4 വർഷം കൊണ്ട് വളർന്നതാണത്. ഓക്കെ, അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് മരുന്ന് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന് നിങ്ങളുടെ ഇരട്ടി സൈസുള്ളവർ എനിക്ക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ അത് ബ്ലീഡിങ് നന്നായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ആരോഗ്യം കറക്റ്റ് ചെയ്യുക, ഹോർമോൺ കൺട്രോൾ ചെയ്യുക, നെക്സ്റ്റ് ഇത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് വി ഗോ ഫോർ ഇറ്റ്. പിന്നെ ഈ HB ഒക്കെ കൂടാനുള്ള ഇഞ്ചക്ഷൻസും ഇതുമൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് പോവുകയാണ്. സോ ഒരാളെ ടോട്ടലായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. എല്ലാ കാര്യവും അവരുടെ HB കുറവാണെങ്കിൽ, അനീമിക് ആണെങ്കിൽ അത്, പിന്നെ ക്ഷീണം, ഇതിൻ്റെ കൂടെ പിന്നെ എല്ലുറപ്പ് വരാനായിട്ടുള്ള സംഭവങ്ങൾ, ടോണിക്സ്, സോ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഭയങ്കര കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല. തുടക്കത്തിൽ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ 1 വർഷത്തോളമൊക്കെ വലിയ മുഴകളാണെങ്കിൽ പോവും. സോ അത് പതുക്കെ, അത് ഒരു വലിയ ബഹളം വെച്ച് ഉടനെ ഇപ്പോൾ യൂട്രസ് മാറ്റേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ സത്യം. അത് പതുക്കെ പതുക്കെ മരുന്ന് കഴിച്ച് പതുക്കെ മാറിയാൽ മതി. അല്ല, ഇതിപ്പോൾ എത്ര പേരെ കാണിച്ചാലും ഫൈനലി ഇത് വളരും. അതാണ് അതിൻ്റെ സത്യം. ഈ 5 എന്നുള്ളത് അടുത്ത വർഷം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 6 ആയിരിക്കും. 6-6.5 സെൻറ്റിമീറ്റർ, പിന്നെ 7-8. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വയറിനകത്ത് അസ്വസ്ഥത തുടങ്ങും, ബ്ലീഡിങ് തുടങ്ങും. സോ നിർത്താത്ത ബ്ലീഡിങ്. അപ്പോൾ അസ്വസ്ഥതകൾ വരുമ്പോൾ ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവരും ചെയ്തു പോവും. മനസ്സിലായില്ലേ? അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബേസ്മെൻറ്റ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ബേസ്മെൻറ്റ്. ഹോർമോണിനെ കൺട്രോൾ ചെയ്യണം, ഇത് അതിൻ്റെ ആരോഗ്യപരമായിട്ട് അനീമിയ, ഹീമോഗ്ലോബിൻ കുറഞ്ഞ രക്തക്കുറവിനെ കറക്റ്റ് ചെയ്യണം. ഈ ബേസ്. പിന്നെ അടുത്തതാണ് ഈ മുഴയെ കുറയ്ക്കുന്നത്, അതിൻ്റെ അടുത്തത് ന്യൂട്രീഷൻ. ഇതെല്ലാം 3 ടയറായിട്ടാണ്, 3 ടയർ സിസ്റ്റം പോലെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു സ്ത്രീക്ക് പൂർണ്ണമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും. ഗർഭപാത്രം എടുക്കരുത്. എന്ത് കാരണമില്ല, 100 times ഐ ഹവ് റിപ്പീറ്റഡ് ദിസ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും, മുഴയാണെങ്കിലും, ഭയങ്കര ഓവർ ബ്ലീഡിങ് ആൻഡ് പെയിൻ വരുന്ന അഡിനോമയോസിസ് ആണെങ്കിലും, ഗർഭപാത്രം എടുത്തുള്ള ചികിത്സയ്ക്ക് നിങ്ങൾ ശരി പറയരുത്. ഈ എനി പോയിന്റ് ഓഫ് ടൈം ഐ എം ഹിയർ ഇൻ ട്രിവാൻഡ്രം. എൻ്റെ ഹോസ്പിറ്റൽ ലാൻഡ് നമ്പർ കാണിക്കുന്നുണ്ട്. പ്ലീസ് കണക്ട് വിത്ത് ദാറ്റ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിലും എനി ടൈം ഐ എം ഹിയർ ടു ഹെൽപ്പ്. WHO വിമൻ ഈ ഒരു പെർട്ടിക്കുലർ ഇത് ചെയ്യണത് അറ്റ് പ്രസൻറ്റ് കേരളത്തിൽ വേറെ ആരുമില്ല. സോ ഐ എം ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ട്രിവാൻഡ്രം. എനി ഹെൽപ്പ് ത്രൂ ദ ഫോൺ ടെലികൺസൾട്ടേഷൻ യു ക്യാൻ കണക്ട് ടു മീ. ഓക്കെ, സോ ദയവേത് യൂട്രസ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഉടനെ ശരി പറയരുത്. സോ ദറ്റ് ഈസ് വാട്ട് ഐ എം ടെല്ലിങ് എവ്രി വുമൺ. I am here to help you. Take me as a helpline. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാം, ഫോൺ വഴി ചോദിക്കാം, നിങ്ങളുടെ സ്കാൻ വായിച്ച് കേൾപ്പിക്കാം. ഐ ടെൽ യു നോട്ട് ടു ഡു. അടുത്തത് എന്ത് നമുക്ക് ചെയ്യണം. ദറ്റ് ഡെഫിനറ്റ്ലി ഉടനെ ഓടിപ്പോയി കിടന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് ഓപ്പറേഷൻ ചെയ്യാതിരിക്കുക. പിന്നെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ പോയാൽ പോയത് തന്നെ. സോ വരാം എപ്പോൾ വേണമെങ്കിലും. പേട്ടയിൽ, ട്രിവാൻഡ്രത്ത് പുനർജനി ഹോസ്പിറ്റൽ. യു ക്യാൻ ഓൾവേസ് കം ആൻഡ് കൺസൾട്ട് മീ. കേട്ടോ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നൊരു പ്രശ്നം കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യാൻ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കമ്പൽസറിലി എടുത്തിരിക്കണം. കാരണം
ഡോക്ടർ പറഞ്ഞതുപോലെ ഈ യൂട്രസ് കഴിഞ്ഞൊരു 15-20 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ തന്നെ പരിചയത്തിലുള്ളതോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് എത്രയോ പേരുടെ യൂട്രസ് ആണ് റിമൂവ് ചെയ്തിട്ടുള്ളതും അവരിൽ പലരും അതിനുശേഷം ഫേസ് ചെയ്യുന്ന ലൈഫിലെ ഡിഫിക്കൽട്ടീസും നമ്മൾ പലരും മൂകസാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വുമൺ ഓർഗൻ വളരെ വാല്യുബിൾ ആണ്. അത് പ്രിസർവ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഈ ഒരു മൂവ്മെൻറ്റ്, WHO മൂവ്മെൻറ്റ് വോളണ്ടിയർ ചെയ്യുന്നത്. ഡോക്ടറിൻ്റെ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് പേട്ട അക്ഷരവീഥി റോഡിലാണ്, പുനർജനി ഹോസ്പിറ്റൽ. ടെലിവിഷൻ സ്ക്രീനിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഡോക്ടറിനെ ഒന്ന് വിളിക്കുക. കാരണം യൂട്രസ് പ്രിസർവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്തൊക്കെ, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയും. അതിലേക്ക് തന്നെ നമുക്ക് പോകാം. ഡോക്ടർ, നമ്മൾ ഫൈബ്രോയിഡിനെ കുറിച്ച് ജനറിക് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഓരോ ഇപ്പോൾ ഗർഭപാത്രത്തിൽ മെയിനായിട്ട് പറയണമെങ്കിൽ 3 അസുഖങ്ങൾ. ഒരു ചെറിയ ഇൻട്രോ പോലെ കൊടുക്കണമെങ്കിൽ മുഴ, അതായത് ഇതൊരു മസിലാണല്ലോ ഗർഭപാത്രം. ഗർഭപാത്രം ഒരു മസിലാണ്. അപ്പോൾ ഏത് മസിലും ഇപ്പം നമ്മുടെ ഈ കയ്യിലാണെങ്കിൽ ചിലപ്പോൾ ഒരു മുഴ വരും. നോക്കുമ്പോഴത്തേക്ക് അത് ആ മസിൽ അനാവശ്യമായിട്ട് വളർന്നിരിക്കണം, വേറെ ദോഷമൊന്നുമില്ല, അതെടുത്ത് മാറ്റേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർ പറയും. അങ്ങനെയാണ്. ചിലപ്പം ഫാറ്റ് തന്നെ അനാവശ്യമായിട്ട് ഒരിടത്ത് കൂടിക്കിടക്കും. നോക്കുമ്പോഴത്തേക്ക് ലൈപ്പോമ എന്ന് പറഞ്ഞ ഒരു ചെറിയ മുഴ കാണാം. ദേഹത്ത് തന്നെ കാലിലും കയ്യിലൊക്കെ നമുക്ക് അവിടെ ഇവിടെ. സോ അതുപോലെ ഗർഭപാത്രത്തിൽ പ്രത്യേകതരം മസിലായതുകൊണ്ട് ആക്ച്വലി സത്യം പറഞ്ഞാൽ 2 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ എല്ലാ സ്ത്രീക്കും ഒരു 2 മുഴ, 2 സെൻറ്റിമീറ്ററിൻ്റെ 1 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ മുഴ കാണും. ബിക്കോസ് ഇത്രയും വലുതായിട്ട് മസിൽ ഒരു 3 കിലോ ഉള്ള 3.5 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ മാത്രം ഈ നെഞ്ച് വരെ വലുതാവുകയാണ്. ഇത്ര ഉള്ള ഒരു സാധനം ഇത്രയും വലുതായിട്ട് ചുരുങ്ങുമ്പം എന്തെങ്കിലും 1-2 ഇടത്ത് ഒരു ചെറിയ അനാവശ്യമായിട്ടുള്ള ഒരു വളർച്ച പോലത്തെ ഒരു മുഴ ഉണ്ടാവും എന്നുള്ളത് ഇറ്റ്സ് വെരി നാച്ചുറൽ. ഏത് സ്ത്രീ എടുത്തു വയ്ക്കലും 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മുഴയൊക്കെ എല്ലാവർക്കും കാണും. അത് അത്രയും നന്നായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റിയെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് നമ്മളെപ്പോഴും കാണുന്നതാണ്. പണ്ട് ലാപ്രോസ്കോപ്പി എപ്പോഴും ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എപ്പോൾ ഇട്ടാലും എല്ലാ സ്ത്രീക്കും ഒരു ചെറിയ 2 മുഴ കാണും. സോ അത് എത്ര പെട്ടെന്ന് വളരുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ ഹോർമോണിൻ്റെ ഇതുപോലെ ഇരിക്കും. നല്ല ഹോർമോൺ ഓവറായിട്ട് കൺട്രോൾ ഇല്ലാതെ പോകുന്നവർക്ക് പെട്ടെന്ന് വളരും. 2-3 കാര്യങ്ങൾ ഹോർമോൺ ആണ് ഏറ്റവും കൂടുതൽ ഈ മുഴയെ. സോ 3 കാര്യങ്ങൾ ഗർഭപാത്രത്തിലുണ്ടാകും. ഒന്ന് ഈ മുഴ അനാവശ്യമായിട്ടുള്ള മസിലാണ്, അതിൻ്റെ അനാവശ്യമായിട്ടുള്ള വളർച്ചയാണ്. അത് പതുക്കെ വർഷങ്ങളോളം വളർന്നു വരും. അങ്ങനെയാണ് 8-10 സെൻറ്റിമീറ്ററിൽ എത്തുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്കാൻ ചെയ്തിരുന്നെങ്കിൽ 3-4 സെൻറ്റിമീറ്ററിൽ കുറച്ചും കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സമയം കുറയും. 8 സെൻറ്റിമീറ്ററൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം കൂടുതലായിരിക്കും. പിന്നെ സൈഡ് ഇഫക്ട്സ് ഉള്ള മരുന്നുകളാണോ ഇതൊക്കെ പലരും ചോദിക്കുന്നത്. ദർ ഇസ് നോ സൈഡ് ഇഫക്ട്സ് അറ്റ് ഓൾ. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനും ഇതിനെ ഫോളോ ചെയ്യില്ലല്ലോ. സോ സൈഡ് ഇഫക്ട്സ് ഒന്നുമുള്ള മരുന്നുകളല്ല. ഇൻഫാക്റ്റ് അസിഡിറ്റി പോലും ഉണ്ടാക്കുന്ന മരുന്നുകളല്ല. ഡെയിലി 1 വെച്ചൊക്കെയാണ് കഴിക്കുന്ന 1-2 കാര്യം. പിന്നെ അത് ഒരു അസുഖം ഗർഭപാത്രം മാക്സിമം മാറ്റപ്പെടുന്നത്. അതെന്ത് പറഞ്ഞാൽ മാറ്റപ്പെടുന്ന ഈ മുഴ വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ മുഴ പിന്നെ വളർന്ന് ക്യാൻസറാവും, ഇരുന്ന് ക്യാൻസറാവും. ഇത് കുറേ ഡോക്ടേഴ്സ് പറയും, കുറേ ആശുപത്രിക്കാർ പറയും, കുറേ അവരവർ തന്നെ പറയും, കുറേ അടുത്ത വീട്ടുകാർ പറയും. ഇതാ നടന്നുകൊണ്ടിരിക്കണത്. അവരുടെ യൂട്രസ് പോയാൽ ഇവരുടെ യൂട്രസും പോകണമെന്ന് ഇവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഈ സ്ത്രീകൾക്ക് ചെറിയൊരു സാഡിസം ഉണ്ട്. നല്ലവരാണ്, സ്ത്രീകളാണ് ഏറ്റവും നല്ല മനസ്സുള്ളവരുമാണ്. പക്ഷേ ഈ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു ചെറിയ സാഡിസം വരും. എന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ മാറ്റിയതാണല്ലോ, ഇപ്പോൾ അവളുടെ അടുത്ത് നമുക്ക് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാറ്റിക്കണം. അപ്പം ഞാനും നീയും ഒന്ന്, മനസ്സിലായില്ലേ? സോ വി ആർ ഈക്വൽ. അയ്യോ മാറ്റണോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മളെടുത്ത് ട്രീറ്റ്മെൻറ്റിന് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. യൂട്രസ് മാറ്റിയത് കാരണം ബ്ലാഡർ താഴെ വന്നു, പിന്നെ മറ്റേ ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ, ഇത്രയും ഈ മഴയത്തും എനിക്ക് ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആളാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം, അയ്യോ മുഴയാണെങ്കിൽ ഉടനെ മാറ്റിക്കോളാം. പക്ഷേ ഇവർ മാറ്റിയതിൻ്റെ പ്രശ്നം. സോ ഇത് അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു, അവർ പറഞ്ഞു, റോഡിൽ കൂടെ പോണവർ പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഹിയർ ഓൾ ദാറ്റ്. ആൻഡ് ഈവൻ ഡോക്ടേഴ്സ് ഓൾസോ ഈ എളുപ്പത്തിനായിരിക്കാം ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് ആ പരിപാടിയും കഴിയും. നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം കൊണ്ട് കഴിയുന്ന പരിപാടിയില്ല. ത്രൂ ഔട്ട് ആ പേഷ്യൻറ്റിന് 1-to-1 കെയർ എനിക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം. ആ പേഷ്യൻറ്റ് ഞാനും ഫോർ എ ലോങ് ടൈം നമ്മൾ അസോസിയേറ്റഡ് ആയിരിക്കണം. അവരുടെ ഇതിനെ 0 ലെവലിലാക്കി കൊടുക്കും. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു കോളർ കുറച്ച് സമയമായി വെയിറ്റ് ചെയ്യുന്നത്. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്?
ഞാൻ ഭാഗ്യാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ 38 വിളിക്കണേ. ഓക്കെ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതിന്റെ ചികിത്സയുമാണ് നമ്മൾ. മകളുടെ കാര്യം പറയാനാണ്. പറഞ്ഞോളൂ, ഡോക്ടർ സ്വീറ്റി ഉണ്ട്, സംസാരിക്കാം. ഡോക്ടറോട് പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ, മകൾക്ക് എത്ര വയസ്സായി? അപ്പൊ 13 വയസ്സായി. ഇത്രേ ഉള്ളൂ, ചെറിയ കുട്ടി. ആ, എന്താ പ്രശ്നം? ഹൈപ്പർ ആക്ടിവിറ്റി പ്രോബ്ലമുള്ള കുട്ടിയാണ്. എന്തുള്ള ഹൈപ്പർ ആക്ടിവിറ്റി പ്രോബ്ലമുള്ള കുട്ടിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി എന്തിന്റെ എന്ത് ഈ ഇതിന്റെ ആണോ, ഓവറിയുടെ ആണോ? അല്ല ഡോക്ടർ, എനിക്ക് തോന്നുന്നു പൊതുവെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം അതാണോ? ഈ മാനസികമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി പ്രോബ്ലം എന്നാ പറഞ്ഞേക്കണേ. ശരി, അതിനിപ്പോ എന്താ, ആരെയാ കാണിക്കുന്നേ? ഞാൻ കളമശ്ശേരി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നേക്കണം. കളമശ്ശേരി അല്ല, ഏത് ഡോക്ടറെയാ കാണിക്കുന്നേ? അവർ സൈക്കാട്രി വിഭാഗത്തിലാണ് കാണിക്കണേ. എവിടെയാ? സൈക്കാട്രി. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ എന്താ നമ്മളുടെ അടുത്ത് ചോദിക്കേണ്ടത്? ഹലോ, മനസ്സിലായി. ജൂൺ മാസം മാസം ആയതേ പീരിയഡ്സ് ആണ് ആദ്യമായി മെൻസ്ട്രേഷൻസ് ആയത്. ഓക്കെ. അപ്പൊ ബ്ലഡ് ഇങ്ങനെ വന്നിണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ 2ാം മാസം ജൂലൈ മാസം ആയില്ല. ഓക്കെ. അപ്പൊ ഞങ്ങള് ആലുവയില് ഡോക്ടറെ കണ്ടു. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ സ്കാനിങ്ങില് പോളിസ്റ്റിക് പിസിഒഡിയുടെ സംഭവം. ഓക്കെ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയില്ലേ? അപ്പൊ അതിന് ഒരു മാസത്തേക്ക് ഒരു ഗുളിക തന്നിട്ടുണ്ട്. ഒരു മാസത്തേക്ക്? ഒരു മാസം. എവിടെന്നാ വിളിക്കണ അമ്മ? ആലുവ. ഒരു മാസത്തിലൊന്നും അത് ശരിയാവില്ലമ്മ. PCOD എന്ന് പറയുന്നത് പക്കാവായിട്ട് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പീരിയഡ് കറക്റ്റ് ചെയ്യണം. അത് ആദ്യമേ ചെയ്താൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അണ്ടാശയത്തിൻ്റെ ഓവറിയിലുള്ള സിസ്റ്റുകളാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഒറ്റ ഗുളികയിൽ ഒരു മാസത്തിലൊന്നും മാറുന്നതല്ല അത്. കറക്റ്റായിട്ട് എടുത്തു പോകണം. പറഞ്ഞോളൂ. ഇപ്പൊ ഈ മാസം 5-ാം തീയതി മെൻസസ് പിന്നെ ആയി. പക്ഷെ അപ്പോഴും ബ്ലഡ് നമ്മുടെ അത്ര പോരാ, ബ്ലഡ് വരില്ലേ. ഓക്കെ. രക്തം ചെക്ക് ചെയ്ത് നോക്കിയോ? ഹീമോഗ്ലോബിൻ രക്തക്കുറവില്ല എന്നാ പറഞ്ഞ. രക്തക്കുറവ് 12 പോയിന്റ്. നോക്കി അത് കുഴപ്പമില്ല. PCODയിൽ പൊതുവെ രക്തം കുറവായിരിക്കും. കാര്യം വെച്ചാൽ ഹോർമോൺ നേരെയല്ല ഇരിക്കുന്നത്. ആൾക്ക് വെയിറ്റ് 72 കിലോ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. PCODയുടെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങളാണ്. വെയിറ്റ് കുറയ്ക്കുക, ഭക്ഷണത്തിലുള്ള രീതികൾ മാറ്റാൻ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട്. എന്നാലേ അത് നേരായിട്ട് കൺട്രോളായി ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴേ അതിനെ പ്രോപ്പർ ആക്കിയില്ലെങ്കിൽ ഭാവിയിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുട്ടി കല്യാണം കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടി ഉണ്ടാവാനുള്ള പ്രയാസം കൂടുതൽ വരണം ഈ PCODയിൽ. സോ അതുകൊണ്ട് ഇപ്പോഴേ അതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരാം. തിരുവനന്തപുരത്താണ് പുനർജനി ഹോസ്പിറ്റൽ പേട്ട. വരികയാണെങ്കിൽ എന്റെ ഡെലിവറി നടന്നത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ ചെറിയമ്മയുടെ എന്തായാലും കാണിച്ചു. ഓക്കെ. അവിടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, എവിടെ വേണമെങ്കിലും കാണിച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ, PCOD ഒരു മാസം കൊണ്ടോ ഒരു ഗുളിക കൊണ്ടോ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. PCOD കറക്റ്റായിട്ട് ഇപ്പോഴേ ചെറുപ്പത്തിലേ ട്രീറ്റ് ചെയ്ത് മാറ്റിയാലേ കറക്റ്റായിട്ട് പീരീഡ് വരത്തക്ക രീതിയിൽ ആക്കുക. പിന്നെ ബ്ലഡിൻ്റെ വരവൊക്കെ കറക്റ്റ് ആക്കുക. അത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. സോ മാറാൻ സമയം കുറച്ച് മാസങ്ങളെങ്കിലും എടുക്കും. പിന്നെ അതിനോടൊപ്പം കുറേ കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അതൊക്കെ യൂഷ്വലി ഞാൻ ആദ്യം വരുമ്പോൾ ഈ എങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ, അതൊക്കെയാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ മരുന്നും കൊണ്ട് നടക്കുന്ന സംഭവമല്ല. പക്ഷേ ഇതിൽ അത്യാവശ്യം മരുന്നുകൾ ഉപയോഗിക്കുകയും വേണം. ഹോർമോൺ തെറ്റിയും തിരിഞ്ഞും കിടക്കുന്ന ഒരു സംഭവമാണ് PCOD. സോ അതിനെ കറക്റ്റാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സോ എവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക, പ്രോപ്പറായിട്ട് എടുക്കുക. നല്ല കറക്റ്റായി നേരെ
മരുന്നില്ലാതെ ഒക്കെ പീരീഡ് വരും പോലെ ആക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സാധാരണ സ്ത്രീകൾ പലർക്കും ഭയങ്കരമായിട്ടുള്ള വേദനയും അതുപോലെ എക്സസീവ് ബ്ലീഡിങ് അടക്കമുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത് എന്താണ്, ആ അസുഖം എന്താണ്, അതിൻ്റെ ഒരു അതാണ് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ അനാവശ്യമായിട്ടുള്ള മസിൽസിന്റെ വളർച്ചയാണ് ഈ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിലുള്ള മുഴകൾ എന്ന് പറയുന്നത്. മെഡിക്കൽ ടേം ലിയോമയോമ എന്ന് പറയും. സോ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഗർഭപാത്രം മാറ്റപ്പെടുന്ന എന്തിനെന്ന് വെച്ചാൽ ഹെവി ബ്ലീഡിങ് ആൻഡ് പെയിൻ, സഹിക്കാൻ വയ്യാത്ത വേദനയും നിർത്താത്ത ബ്ലീഡിങ്ങും ആയിരിക്കും. അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ 6 അങ്ങനെയൊക്കെ ഡേഞ്ചറസ് ലെവലിലേക്ക് പോകും. സോ ആ അസുഖം അഡിനോമയോസിസ് എന്ന് പറയും. മിക്കവാറും നോക്കുമ്പോൾ ഈ ഫൈബ്രോയിഡ് ഒരു 3-4 സെൻറ്റിമീറ്ററിൻ്റെ ഫൈബ്രോയിഡും കാണും, ഈ അഡിനോമയോസിസ് എന്ന് പറയുന്ന രോഗവും ഒരുമിച്ച് കാണും. അപ്പൊ ഒരു സംശയം ചെയ്തിട്ട് നമ്മുടെ ഒരു കോളർ ഇടയ്ക്ക് ബൾക്കി യൂട്രസ് എന്ന് പറഞ്ഞു. ഈ ബൾക്കി അത് അതില് ഭയങ്കര ബ്ലീഡിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ട്? സോ അത് ഞാൻ മനസ്സിൽ വിചാരിച്ചു, യു ആസ്ക് മീ, 5 സെൻറ്റിമീറ്ററിൻ്റെ മുഴയ്ക്ക് അത്ര വലിയ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതിൻ്റെ കൂടെ ഈ അഡിനോമയോസിസും കൂടെ ഉണ്ട് അവർക്ക്. അതാണ് യൂഷ്വലി കാണുന്നത് നമ്മൾ. സോ ഈ എല്ലാ പ്രശ്നത്തിനെയും കൊണ്ടുവന്ന് ഫൈബ്രോയിഡിൻ്റെ തലയിലിടും. ഫൈബ്രോയിഡ് ഒറ്റയ്ക്കാണ് അത് മാത്രമേ ഉള്ളെങ്കിൽ 10-15 സെൻറ്റിമീറ്റർ ആയാലും ഒരു സ്ത്രീ അറിയേയില്ല. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇതിങ്ങനെ മുകളിലോട്ട്, ഇപ്പോൾ കുട്ടി വളരുമ്പോൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ, അതുപോലെ ഇതിങ്ങനെ മുകളിലോട്ട് വളരണ രീതി അനുസരിച്ചിരിക്കും. മുമ്പോട്ടാണെങ്കിൽ ചിലപ്പോൾ പോയി യൂറിനറി ബ്ലാഡറിനെ യൂറിൻ സഞ്ചി മൂത്രസഞ്ചിയെ പോയി തട്ടിയിട്ട് പെട്ടെന്ന് എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. ബാക്കിലോട്ടാണ് വളരുന്നെങ്കിൽ അവിടെ എല്ലാം കുടൽ ഭാഗമുണ്ട്, അപ്പോൾ ഗ്യാസും മോഷൻ പോവാതിരിക്കുക ഇങ്ങനെയായിരിക്കും. സോ മുഴ ഒന്നുമില്ലാതെ കുട്ടി വളരുമ്പോൾ മുകളിലോട്ടാണ് വളരണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ട് ഇത്രയൊക്കെ ഗർഭിണിക്ക് തോന്നും പോലെ തോന്നുള്ളൂ. സോ ഈ മുഴ മാത്രമാണെങ്കിൽ ഇത്ര വലിയ ബ്ലീഡിങ്ങോ പ്രശ്നങ്ങളോ ഒന്നും അത് യൂഷ്വലി ഈ ചെറിയ സൈസ് 4-5 സെൻറ്റിമീറ്ററിലൊന്നും ഉണ്ടാക്കില്ല. വെൻ ഷീ ആസ്ക്ഡ് മീ ഇറ്റ്സെൽഫ്, ഞാൻ മനസ്സിൽ വിചാരിച്ചു കോ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇവർക്ക് അഡിനോമയോസിസ് ഉണ്ട്, അത് ഇത്ര ബ്ലീഡിങ്, ഹീമോഗ്ലോബിൻ ഇത്ര കുറയാണ്. സോ യൂഷ്വലി ഇത് രണ്ടും എപ്പോഴും നോക്കുമ്പോൾ ഒരുമിച്ച് തന്നെ കാണും. ഈ അഡിനോമയോസിസ് ആണ് പക്ഷേ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ദിവസം. എന്നാൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഉള്ളത് അഡിനോമയോസിസിനാണ്. മെഡിക്കലി നമുക്ക് ഈസി ആയിട്ട് മുഴയെ കുറയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഈ മെഡിക്കലി ഈ അഡിനോമയോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ്, ഓവർ ബ്ലീഡിങ്, ഓവർ പെയിൻ എങ്ങനെ വരുന്നു, സഹിക്കാൻ വയ്യാത്ത ബ്ലീഡിങ്ങും വേദനയും എങ്ങനെ വരുന്നു? അഡിനോമയോസിസ് എന്നാണ് അതിൻ്റെ പേര്, മെഡിക്കൽ ടേം. ബ്ലഡ് ഇൻ ടു ദ മസിൽ എന്നാണ് ശരിക്കും സാധാരണ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ. ബ്ലഡ്, മയോ എന്ന് പറഞ്ഞാൽ മസിൽ, ബ്ലഡ് ഇൻ ടു ദ മസിൽ. ഈ രക്തം താഴോട്ട് പോവേണ്ടത് പീരിയഡ് സമയത്ത് അത് ഈ മസിൽസിലോട്ട് വളർന്നു കയറിയാൽ എങ്ങനെ ഇരിക്കും? ഞാനൊരു പാട പറഞ്ഞില്ലേ, ആ പാട ഇങ്ങനെ ഗർഭപാത്രത്തിൻ്റെ മസിലിനകത്തോട്ട് വളർന്നു കയറിയാൽ അവിടെയും മസിലിനകത്തിരുന്ന് ബ്ലീഡ് ചെയ്യില്ലേ? അങ്ങനെ ബ്ലീഡ് ചെയ്താണ് ഇത് ബൾക്കി ആവുന്നത്. അങ്ങനെ ക്ലോട്ട്സ് നിറഞ്ഞു കിടക്കും. കുറേ കഴിയുമ്പോൾ ഈ ക്ലോട്ട്സ് നല്ല കല്ലുകട്ട പോലെ ആവും അത്, ഈ ബ്ലഡ് ക്ലോട്ട്. അപ്പം രക്തം അനാവശ്യമായിട്ട് ഗർഭപാത്രത്തിൻ്റെ മസിൽസിനകത്ത് പോവുക, അവിടെ ക്ലോട്ടായിട്ട് നിൽക്കുക. അപ്പോൾ എന്ത് പറ്റും? ഗർഭപാത്രത്തിന് യൂഷ്വലി പീരിയഡ് സമയത്ത് 4-5-ാമത്തെ ദിവസം ആകുമ്പോൾ അത് ചുരുങ്ങുമ്പോഴാണ് ബ്ലീഡിങ് നിൽക്കുന്നത്. അങ്ങനെയാണ് നോർമൽ പീരിയഡ് നിൽക്കുന്നത്. 5 ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിൽക്കും. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇത് നിറഞ്ഞിരിക്കുകയാണല്ലോ. ഈ ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ചായിരിക്കും, പിന്നെ അടുത്ത ഇതിൽ കുറേ കല്ലുകട്ട പോലത്തെ ഈ ക്ലോട്ടുകൾ നിറഞ്ഞിരിക്കും. അപ്പോൾ ഗർഭപാത്രം ചുരുങ്ങാൻ നോക്കും. എന്തിനാണ്? ബ്ലീഡിങ് നിർത്താനായിട്ട്. ചുരുങ്ങാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അതിൻ്റെ ഈ സൈസ് കാരണം. അതിൻ്റെ അകത്ത് ഈ മുഴകൾ പോലെ, മുഴയ്ക്ക് പകരം ഈ അത്രയും തന്നെ കട്ടയ്ക്ക് ഈ രക്തക്കട്ടകൾ കിടപ്പുണ്ട്. അത് ഓരോ മാസമായിട്ട് കൂടിക്കൂടി വരുന്നത്. ഓരോ പീരിയഡിലും അകത്തിങ്ങനെ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടായിക്കൊണ്ടേ കൂടി വന്നുകൊണ്ടേയിരിക്കും. താഴെ പോകുന്നതിൻ്റെ 4 ഇരട്ടി ഗർഭപാത്രത്തിൻ്റെ അകത്ത് ക്ലോട്ടുകൾ കാണാം. സോ അപ്പോൾ അതുകൊണ്ട് ഇത് ചുരുങ്ങാൻ നോക്കും, ചുരുങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഓവർ ബ്ലീഡിങ്. പക്ഷെ പിന്നെയും ഇത് ചുരുങ്ങാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ബോഡിയുടെ ഒരു റിഫ്ലക്സ് ആണ്. എങ്ങനെയെങ്കിലും ബ്ലീഡിങ് നിർത്തണം, ഇല്ലെങ്കിൽ ആളിന് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഇല്ലാണ്ടായിപ്പോൾ ഡേഞ്ചറസ്. സോ വീണ്ടും യൂട്രസ് അതിൻ്റെ മസിലിനെ ചുരുക്കാൻ നോക്കും, അതിന് പറ്റത്തില്ല.
അങ്ങനെ ചുരുക്കാൻ നോക്കുമ്പോൾ പെയിൻ വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പ്രസവ സമയത്ത് ഗർഭപാത്രം ചുരുങ്ങിയിട്ടാണല്ലോ കുഞ്ഞിനെ പുറത്താക്കുന്നത്, അതുപോലെ ഇത് എങ്ങനെയെങ്കിലും ചുരുങ്ങി അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ പ്രസവ സമയത്തെ പെയിൻ ഇല്ലേ, ആ ഗർഭപാത്രം ചുരുങ്ങുന്ന സെയിം പെയിനാണ് ആളുകൾ വന്ന് പറയുന്നത്. എല്ലാവരും എന്ന് പറയും, മാഡം എനിക്ക് പ്രസവ വേദന പോലെ, അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, പ്രസവ വേദന പോലെയാണ് ഓരോ മാസവും പെയിൻ വരുന്നത്. അതേപോലെ നിർത്താതെ ബ്ലീഡിങ്, ചിലർക്ക് 5-6 ദിവസമേ കാണുള്ളൂ, പക്ഷേ 1-2 പാക്കറ്റൊക്കെ ഇത് മറ്റേ നാപ്കിൻസ് കഴിയും. അത്രയ്ക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ഒരിക്കലും ഹീമോഗ്ലോബിൻ ശരിയാവില്ല. സോ ഇത് വേറെ ഒരു അസുഖമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയാം നമുക്ക്. ഓവർ ഹോർമോൺ കൺട്രോൾ ഇല്ലാതെ പോകണം. സോ ഫസ്റ്റ് അതിന് ഏറ്റവും കൂടുതൽ യൂട്രസ് പേഷ്യൻ്റ് തന്നെ ചിലപ്പോൾ പറയും, ഇനി എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. കാര്യം വെച്ചാൽ എന്നും ഈ ഹെവി ബ്ലീഡിങ്, എന്നും ക്ഷീണം, എന്നും കിടക്കുക. അനീമിക് എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷീണം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കിടക്കുക. പിന്നെ സഹിക്കാൻ വയ്യാത്ത വേദന എല്ലാ മാസവും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ, പ്രസവ വേദന എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ വേദനകളിലും നമ്പർ 1 സ്ഥാനത്ത് വരുന്ന ഒരു സംഭവമാണ്. ആ പെയിൻ എല്ലാ മാസവും ഒരു സ്ത്രീ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മതിയാവും. ഈ ഗർഭപാത്രമാണല്ലോ, അവരിലേക്ക് ഇങ്ങനത്തെ ഒരു സൈക്കോളജിക്കൽ ഇതും ആളുകൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, തൊട്ടടുത്തുള്ളവർ എല്ലാവരും വർഷങ്ങളായിട്ട് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. എന്നാലും ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ കയറ്റി വെച്ചിരിക്കണം എന്താ, ഇതിന് ഒരൊറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, ഗർഭപാത്രം എടുത്ത് റിമൂവ് ചെയ്ത് കളയാം. അതെ. സോ കുറേ കഴിയുമ്പോൾ ആ സ്ത്രീക്കും തോന്നും, ഈ ഗർഭപാത്രം കൊണ്ടാണല്ലോ ഞാൻ ഈ വേദന അനുഭവിക്കണത്, ഇത്രയും ബ്ലീഡിങ്, ഇതൊന്ന് പോയി കിട്ടിയാൽ എനിക്ക് മതി. പോയി കിട്ടുമ്പോൾ പിന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം അവരറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതൊരു ലൈഫല്ല, അതൊരു ക്വാളിറ്റി ഈസ് ഗോൺ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ഹോർമോണിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്ത് ആ രക്തക്കട്ടകളെ മാറ്റിയാൽ ഈ ഒരു 15-20 ദിവസത്തിനകത്ത് ആ പെയിനും സംഭവങ്ങളും മാറ്റാൻ പറ്റും. സിംറ്റംസ് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അകത്തുള്ള രക്തക്കട്ടകൾ കുറഞ്ഞു വരാൻ മാസങ്ങളെടുക്കും. സോ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അഡിനോമയോസിസ്, ഈ ഓവർ ബ്ലീഡിങ്, ഓവർ പെയിൻ. എന്നാൽ ഏറ്റവും കൂടുതൽ യൂട്രസ് എടുത്ത് മാറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ബിക്കം എ റാക്കറ്റ്. ഈ ഒരുമാതിരി എനിക്ക് തോന്നുന്നു, ഡു യു തിങ്ക് ദറ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനും അറിഞ്ഞൂടാ ദറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞൂടെന്നാണ് പറയുന്നത്. എത്ര CMEs നടക്കുന്നു, എത്ര 25 വർഷത്തിന് മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കിലാണ് അഡിനോമയോസിസിന് ഹിസ്റ്ററക്ടമി എന്ന് എഴുതിയിരുന്നത്. നമ്മൾ 25 വർഷത്തിൽ എന്തെല്ലാം മാറി. ഓപ്പറേഷൻ എന്നുള്ളത് മാറി, കീഹോള് മാറി, മരുന്ന് മാത്രമായി. സോ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഓപ്പറേഷൻ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റുകളിലേക്കാണ് ഓരോ ഫീൽഡിലും. അപ്പോൾ ഗൈനക്കിൽ മാത്രം മാറ്റങ്ങൾ വരാതിരിക്കും. പക്ഷേ ഗൈനക്കിലെ മാറ്റങ്ങൾ വന്നാലും അത് ഏക്കാൻ പറ്റാത്ത വെച്ചാൽ സ്ത്രീകളാണ് അവിടെ. ഈ പറഞ്ഞ പോലെ കംസൂർ കടി എന്ന് പറയും. എന്ന് വെച്ചാൽ വീക്ക് സ്പോട്ടാണ് സ്ത്രീ എന്ന് പറയുന്നത്. താൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ബാക്കി കാര്യത്തിൽ മെൻ്റലി, പക്ഷെ തൻ്റെ അസുഖത്തെ പറ്റി വേറൊരാൾ മറിച്ചും മാറ്റിയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പേടിക്കുകയും പെട്ടെന്ന് ഓക്കെ പലരെ കാരണം ഇൻഫ്ലുവൻസ്ഡ് ആവാൻ എളുപ്പം പറ്റുന്ന ഒരാളാണ് സ്ത്രീ ഈ ഒരു ആരോഗ്യകാര്യത്തിൽ. അതേസമയം ഒരു സംഭവം പറഞ്ഞൊക്കെ നിങ്ങൾ അത് ചെയ്തേ പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്യില്ല. മെൻ്റലി സ്ട്രോങ് ആണ്, ബട്ട് ഫിസിക്കലി ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്കും മെൻ്റൽ സ്ട്രെങ്ത്ത് പോകും. ഇല്ല, നിങ്ങൾക്കിത് മാറ്റിയേ പറ്റുള്ളൂ, ഇല്ല നിങ്ങൾക്ക് ക്യാൻസർ വരും, ഇല്ല ഇതിങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രോബ്ലം ആവും, നിങ്ങൾക്ക് വേറെ വഴിയേ ഇല്ല, യൂട്രസ് മാറ്റുന്നതാണ് ഒരേ വഴി. ഇങ്ങനെ 4 ഇടത്ത് പോകുമ്പോൾ 4 ആശുപത്രിയിൽ ഒരേപോലെ പറയുമ്പം മെജോറിറ്റി വെച്ചിട്ടാണല്ലോ ഇന്നിപ്പോൾ എല്ലാം നടക്കുന്നത്. ഇപ്പം ഇന്ത്യ റൂൾ ചെയ്യണമെങ്കിലും യു ഷുഡ് ഗെറ്റ് ദ മെജോറിറ്റി, റൈറ്റ്? ഒരു ഭരണഘടനയ്ക്ക് പോലും മെജോറിറ്റിയാണ്. സോ ശരിയോ തെറ്റോ മെജോറിറ്റി ഈസ് മെജോറിറ്റി. സോ മെജോറിറ്റി ഇപ്പം 4 ആശുപത്രി പോകുമ്പോൾ 4 ആശുപത്രിക്കാരും പറയുന്നു ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ പിന്നെ ആളുകൾ എന്ത് ചെയ്യാൻ നോക്കും? ഇതിൽ ഏറ്റവും വില കുറഞ്ഞത് എവിടെയാണെന്ന് നോക്കാൻ നോക്കും. ഓഫ് കോഴ്സ് എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫൈനലി എല്ലായിടത്തും പോകാൻ പോണത് യൂട്രസ്, ഓവറി, ട്യൂബ്. ഓവറി പോയി കഴിയുമ്പോഴത്തേക്കും ഉള്ള യൂട്രസിലും എല്ലാം പോയി കഴിയുമ്പോൾ ഹോർമോണുകൾ കംപ്ലീറ്റ് പോകും. പിന്നെ സ്ത്രീക്ക് അടുത്ത ഒരു 3 വർഷത്തിനകത്ത് നമുക്ക് കേൾക്കാം അവർക്ക് മുട്ട് മാറ്റുന്ന
ഓപ്പറേഷൻ അടുത്ത് അഡ്മിറ്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ഓപ്പറേഷനും തുടങ്ങിയാൽ നിൽക്കാത്ത ഓപ്പറേഷനുകൾ പോയിക്കൊണ്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്രസ് മാറ്റി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബ്ലാഡർ താഴെ ഇറങ്ങി. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നേരത്തെ യൂട്രസ് മാറ്റുമ്പം ബ്ലാഡറിൻ്റെ സപ്പോർട്ട് പോവും, അതും ഇതിൽ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ യൂട്രസിനെ കംപ്ലീറ്റ് അതിൻ്റെ സപ്പോർട്ടിനെ കട്ട് ചെയ്തിട്ടാണ് യൂട്രസിനെ മാറ്റുന്നത്. സോ നാച്ചുറലി ബ്ലാഡർ ഓൾസോ വിൽ ലൂസ് ഇറ്റ് സപ്പോർട്ട്, കംസ് ഡൗൺ. ആൻഡ് ഹോർമോണൽ ബേസിസ്, സ്ത്രീ ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ശക്തിയാണ് നമുക്ക്. അത് മാറിക്കഴിയുമ്പോഴത്തേക്കും എല്ല് തേയ്മാനമൊക്കെ എപ്പോഴോ തുടങ്ങി പെട്ടെന്നാവും അത്. സോ അടുത്തത് മുട്ടാണ്, ഫസ്റ്റ് വരാൻ പോകുന്ന ഇത്രയും ബോഡിയെ താങ്ങുന്ന ഈ മുട്ടാണ്. പിന്നെ ഇത് ഹീൽസ്. അപ്പോൾ ഈ മുട്ടിൻ്റെ മാറ്റം ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറീസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. സോ ഗൈനക്കോളജിസ്റ്റുകളെ കൊണ്ട് ഓർത്തോക്കാർക്ക് ഗുണം കിട്ടുന്നുണ്ട്. സോ ഒരേ ഹോസ്പിറ്റലിന് എല്ലാ ഗുണവും കിട്ടുന്നുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു. ഗൈനക്കാർ ഇത് ചെയ്തു കൊടുക്കും, ഓർത്തോക്കാർ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തു കൊടുക്കും. പിന്നെ ഇവരുടെ ഹോർമോൺ പോയതുകൊണ്ട് മൂഡ് സ്വിങ്സും തലവിട്ട പോലെ ഇവർ പെരുമാറിക്കൊണ്ടിരിക്കും. സൈക്കാട്രിസ്റ്റ് ഓൾസോ വിൽ ഗെറ്റ് എ പേഷ്യൻറ്റ്. അത് കഴിയുമ്പോഴത്തേക്കും കോസ്മെറ്റോളജിസ്റ്റ് വിൽ ഗെറ്റ് എ പേഷ്യൻറ്റ്. തലമുടി പൊഴിയും, മുഖത്ത് കറുപ്പ് വീഴും, വയസ്സായതുപോലെ പെട്ടെന്ന് തോന്നും. സോ ബ്യൂട്ടി പാർലറുകാർക്കും കിട്ടും കുറേ ആളുകൾ, ക്ലയൻസിനെ കിട്ടും. ഓഫ് കോഴ്സ് സ്കിന്നുകാർക്കും കിട്ടും കുറേ പേര്. So, see, one operation leads to so many things. അപ്പോൾ save woman organs എന്തുകൊണ്ടാണ് the hashtag? Because that one thing can save the lady to whole life of quality. അതിനുശേഷം ഒരു 20 വർഷം പിന്നെയും ജീവിക്കണം. 45 വയസ്സിൽ മാറ്റുമ്പോൾ ഒരു സ്ത്രീ 70 വയസ്സ് വരേക്ക് ഇപ്പം നമുക്ക് ലൈഫ് സ്പാൻ ഉണ്ട്. അപ്പോൾ ഈ 25 വർഷം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലൈഫ്, നടക്കാൻ പറ്റില്ല. ഞാൻ ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഐ ഫീൽ ബാഡ്. വളരെ യങ്ങായിരിക്കണം, ബട്ട് ദേ വിൽ ബി ഹാവിങ് ദറ്റ് വീൽ ചെയർ ഓപ്ഷൻ. എന്തുകൊണ്ട്? ഈ മുട്ടിൻ്റെ കാര്യം ശരിയല്ല. നടക്കാൻ പറ്റിയാൽ ചിലപ്പോൾ ഉള്ളിലുള്ള ഡയബറ്റീസ് ആണത് അറിയില്ല. നമ്മളൊരാൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഹീ ഈസ് ഓക്കെ, പക്ഷേ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും, ഷുഗറിന് മറ്റേ പ്രഷറിന് മരുന്നുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഈ മുട്ടും എല്ലും ഇതും ചിന്താശക്തിയും നേരായിട്ട് ചിന്തിക്കാൻ പറ്റുന്നതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലേഡിക്ക്. പ്രത്യേകിച്ച് ഒരു വീട് നോക്കുന്നു, ജോലിക്ക് പോകുന്നു, പല ടെൻഷൻസിൽ കൂടെ പോകുന്നൊരു സ്ത്രീയുടെ ആകപ്പാടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ യൂട്രസും ഹോർമോൺസും എല്ലാം കൂടെ എടുത്ത് വെളിയിലിടുക. ഇതൊക്കെ അന്യായത്തിലും അന്യായം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. സോ പ്ലീസ് സേവ് വുമൺ ഓർഗൻസ്. എവറി ലേഡി, നിങ്ങൾ ഓരോ സ്ത്രീയും വിചാരിക്കണം എന്ത് ചെയ്താലും ഞാൻ എൻ്റെ ഗർഭപാത്രം മാറ്റില്ല. ആൻഡ് ഐ ആം ഹിയർ ഇൻ കേരള ഫോർ യു എനി ടൈം. ത്രൂ ഫോൺ ഐ വിൽ ബി അവൈലബിൾ. വേൾഡിൽ എവിടെ ഇരുന്നാലും ഐ വിൽ ബി അവൈലബിൾ ഇൻ ദ ഫോർ യു. സോ പ്ലീസ് ആ ഒരു ഹെൽപ്പ് ലൈൻ പോലെ യു പ്ലീസ് യൂസ്. എന്നുവെച്ചാൽ എനിക്ക് കേരളം മുഴുവനും പോയി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ ഇസ് ഐ ഡോണ്ട് നോട്ട് ഗെറ്റിംഗ് സപ്പോർട്ട് ഫ്രം അതർ. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഒരു 3-4 പേരെങ്കിലും ഞങ്ങളുടെ ഇതിലുണ്ട്. പക്ഷേ ഇത് ഈ ഒരു കോൺസെപ്റ്റിനെ സംബന്ധിച്ച് സപ്പോർട്ട് വളരെ കുറവാണ്. കാര്യം വെച്ചാൽ ഇതൊരു വലിയ ഇൻകം മേക്കിംഗ് സംഭവമാണ് ഓരോ ഹോസ്പിറ്റലിലും, ചെറുതായും വലിയ ഹോസ്പിറ്റൽസിലും. സോ അങ്ങനെ ഉള്ളപ്പം നമ്മളെപ്പോലെ ഒരു ഒറ്റയാനായിട്ട് നിന്നുകൊണ്ട് വി വിൽ ഹാവ് ടു ഫൈറ്റ് ദിസ് എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് അഫ്രൈഡ്. ഐ എം അൺഅപ്പോളജറ്റിക്കലി ഫിയർലെസ്. ഐ എം നോട്ട് അറ്റ് ഓൾ അഫ്രൈഡ്. ബട്ട് യെസ്, ഇറ്റ് ഈസ് എ റാക്കറ്റ്. യെസ്, അതൊരു ഈ യൂട്രസ് എടുത്ത് മാറ്റുന്നത് തന്നെയാണ് ഒരു റെഗുലർ ഇൻകം. ഏത് ആശുപത്രി പോയി നോക്കിയാലും നിങ്ങൾക്ക് അറിയാം, സ്ത്രീകൾ ചെയ്യുന്ന 3 ഓപ്പറേഷനാണ് ആ ആശുപത്രിയെ നിലനിർത്തുന്നത്. 2 സിസേറിയൻ, 1 യൂട്രസ് എടുത്ത് മാറ്റും. ഡോക്ടർ, നമ്മുടെ സമയം പൂർണ്ണമായിരിക്കണം. സോ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പ്ലീസ് സേവ് യുവർ വുമൺ ഓർഗൻസ്. എന്ന് വെച്ചാൽ ഗർഭപാത്രം, അണ്ഡാശയം, ട്യൂബ്, സിമ്പിളായിട്ടുള്ള ഇത്ര സംഭവങ്ങളേ ഉള്ളൂ. അധികം അസുഖങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ആകപ്പാടെ ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം, പിന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നം കാരണം. സോ പ്ലീസ്, ഈ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഈ കൂടുതൽ ഇത് വരുന്നത് മൈദ ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇവിടെ. സോ മൈദയുടെ യൂസ് ദയവ് ചെയ്ത് കുറയ്ക്കുക. ഈ ഹോർമോൺ ഇംബാലൻസ് വരാതൊരു വലിയ കാരണമാണ്. സോ അനദർ തിങ്, ബ്രോയിലർ ചിക്കൻ. ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുമ്പോൾ അതിൽ കുത്തി വെക്കുന്ന, ഇപ്പോൾ എല്ലാ മരുന്നും കൊണ്ടല്ല ഞാൻ ചികിത്സിക്കുന്നത്. ഫസ്റ്റ് വരുമ്പോഴേ ഫുഡിൻ്റെ ന്യൂട്രീഷൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാതെ ഈ മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഐ ബിലീവ് ഇൻ ന്യൂട്രീഷൻ ക്യാൻ മേക്ക് മിറക്കിൾസ് എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സോ നല്ല ന്യൂട്രീഷനാണ് നമ്മളിതുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസേ വരുന്നില്ല. സോ ബേസിക്കലി
നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ഫുഡിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. ഓവർ വണ്ണം വെക്കാതെ ബോഡിയെ എല്ലാവരും ഒരു വെയിങ് മെഷീൻ വീട്ടിൽ വാങ്ങിച്ച് വെക്കണം എന്നാണ് പറയുന്നത്. 200-300 രൂപയേ ഉള്ളൂ, ഇലക്ട്രോണിക് ആണെങ്കിലും മറ്റേതാണെങ്കിലും. സോ പ്ലീസ് ഓൾവേസ് കൺട്രോൾ യുവർ വെയിറ്റ്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഓവർ ബ്ലീഡിങ് വരുമ്പോൾ വരട്ടെ കുഴപ്പമില്ല, ഡോക്ടറെ കണ്ട ഓപ്പറേഷൻ ചെയ്യും. ആ പേടി ഇനി മനസ്സിൽ നിന്ന് മാറ്റുക. എനി ടൈം യു ക്യാൻ കോൾ മീ. സ്കാനിൽ മുഴ കണ്ടാലും ശരി, അഡിനോമയോസിസ് കണ്ടാലും ശരി, ഓവർ ബ്ലീഡിങ് പെയിൻ വന്നാലും ശരി, പ്ലീസ് കോൾ മീ. എന്താണ് ഓപ്പറേഷൻ ഇല്ലാത്ത മാർഗം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരണം മാത്രമല്ല, യു വിൽ ഹാവ് ടു അറ്റ്ലീസ്റ്റ് കം ആൻഡ് മീറ്റ് മീ ഫ്യൂ ടൈംസ്. മേ ബി മാസത്തിൽ ഒരു പ്രാവശ്യം, 2-3-4 പ്രാവശ്യം വരിക. പിന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട് മരുന്നുകൾ. മെനോപോസ് അതേപോലെ എടുത്തു മാറ്റിയവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരും ജീവിക്കണം. ക്വാളിറ്റി ലൈഫ്, വുമൺ ലൈഫ് ക്വാളിറ്റി മാറ്റേഴ്സ്, അതാണ് അടുത്ത #. സോ ഇത് ഇഷ്ടംപോലെ എടുത്തു മാറ്റപ്പെടുന്നു കേരളത്തിൽ. സോ വാട്ട്, നോട്ട് ഓൺലി ഇൻ കേരള, ഓൾമോസ്റ്റ് ഇൻ ഇന്ത്യ, ബട്ട് കേരളയിൽ കുറച്ച് കൂടുതലെന്ന് തോന്നുന്നു സർവേ. ബട്ട് യെസ്, ദർ ഈസ് സംതിങ്. വിതൗട്ട് സർജറി യു ക്യാൻ ഗോ. ഈ ഡിസീസിനെയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് സമയം, ഒരു സമാധാനത്തോടുകൂടി പേഷ്യൻസ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, മാജിക്കലായിട്ടല്ലെങ്കിൽ പോലും മാസങ്ങളോളം കഴിക്കുന്ന ഗുളികകൾ വെച്ചിട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി യൂട്രസ് എടുത്ത് മാറ്റാതെ യൂട്രസ് ഡിസീസസിന് ചികിത്സ ഉണ്ട്. സോ ഡോണ്ട്, 3 തരം. സോ ഡോണ്ട് യു എവർ ട്രൈ, ഈവൻ തിങ്ക് ദാറ്റ് യു വിൽ റിമൂവ് യുവർ യൂട്രസ് ഓർ ഓവറി. സോ അതിനെ ഏത് രീതിയിൽ എതിർക്കണം. ആൻഡ് ഐ ആം വിത്ത് യു ആസ് യുവർ ഫ്രണ്ട്, ഓൾവേസ് ദയർ ടു ഹെൽപ്പ് യു. ബിക്കോസ് ഇതിനു വേണ്ടിയാണ് നമ്മുടെ ദൗത്യം. ഇറ്റ്സ് എ മിഷൻ നോട്ട് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് യൂട്രസ് റിമൂവൽ. സോ അത് കാരണം ലൈഫ് ക്വാളിറ്റി ഇല്ലാണ്ടായി പോവുകയാണ്. പിന്നെ ജീവിതം ഒരു ഈവൻ സെക്ഷൽ പ്രോബ്ലംസ് തൊട്ട് ഉണ്ടാവാൻ തുടങ്ങുന്നത്. സോ അത് ലൈഫിൽ തന്നെ ഒരു വലിയ പ്രോബ്ലം ആവും. സോ ഹെൽത്തി ആയിട്ടിരിക്കണം. പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ട്. സോ അതും ഇതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ് ചെയ്ത്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ 2 ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അതിനെ നിസ്സാരമായിട്ട് കണ്ടിട്ട് ചൊറിച്ചിൽ വരുമ്പോൾ ഒരു ക്രീം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് തേക്കരുത്. പ്ലീസ് ഒരു ഡോക്ടറെ അതിനെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഓവറായിട്ട് വർഷങ്ങളോളം ഇൻഫെക്ഷൻ ഉണ്ട്, സർവൈക്കൽ ക്യാൻസേഴ്സ് വരാം. സോ ബി വെരി കെയർഫുൾ. ഇന്ത്യയിൽ കൂടുതലുള്ളത് അതാണ്, ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന ക്യാൻസർ. സോ ഇൻഫെക്ഷൻ ഈസി ആയിട്ട് വിചാരിക്കരുത്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ സ്ത്രീ സ്വയം വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇഫ് യു ഡിസൈഡ് നോ, ഐ ആം നോട്ട് ഗോയിങ് ടു ഓപ്പറേറ്റ്, ഇല്ല ഞാൻ എൻ്റെ യൂട്രസ് എടുത്ത് മാറ്റില്ല എന്നൊരു സ്ത്രീ വിചാരിച്ചാൽ വീട്ടുകാർക്കൊന്നും അവരെടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് അത് മാത്രമല്ല, ഈ എല്ലാ രീതിയിലും പോയി ഇവർ ഓരോയിടത്തും ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റേ അലോപ്പത്തി, ഹോമിയോപ്പത്തി, നാച്ചുറോപ്പത്തി, ക്വാക്സിൻ്റെ അടുത്ത് വരെ പോകുന്നുണ്ട് പരീക്ഷണത്തിന്. ബിക്കോസ് ഒരു സ്ത്രീക്കും ഇഷ്ടമല്ല ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അലോപ്പത്തി ഓർ മോഡേൺ മെഡിസിനിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സോ പ്ലീസ് അപ്രോച്ച് മീ, ഐ വിൽ ബി ഓൾവേസ് ദേർ ഫോർ യു. സോ സേവ് വുമൻ ഓർഗൻസ്, ഇറ്റ്സ് എ #. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.